സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. വിവിധ ജില്ലകളിൽ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരയിലും കടലിലും ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്തിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദം ഉടൻ തന്നെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. ഇത് ശക്തമായ ന്യൂനമർദ്ദമായും 24 മണിക്കൂറിനകം തീവ്ര ന്യൂനമർദ്ദമായും മാറിയേക്കാം. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇതിനു പുറമെ മധ്യപ്രദേശിന് മുകളിലും മറ്റൊരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ ലഭിക്കുന്നതിനു പിന്നിൽ അന്തരീക്ഷ വ്യതിയാനങ്ങളും സമുദ്രത്തിലെ മാറ്റങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും തുടർച്ചയായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളും അന്തരീക്ഷ ചുഴികളുമാണ് മഴ ശക്തമാകുന്നതിനുള്ള പ്രധാന കാരണം. ഇവ കാറ്റിന്റെ വേഗത വർദ്ധിപ്പിക്കുകയും മേഘരൂപീകരണത്തിനെ ദ്രുതഗതിയിലാക്കുകയും ചെയ്യും. ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ സമുദ്രത്തിനു മുകളിലായി രൂപപ്പെടുന്ന കാറ്റിന്റെ പാത്തി ശക്തമായ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെ കേരള തീരത്തേക്ക് കേന്ദ്രീകരിക്കാൻ കാരണമാകുന്നുണ്ട്. പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന ടൈഫൂണുകളുടെ പരോക്ഷ സ്വാധീനവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മൺസൂൺ കാറ്റുകളെ കൂടുതൽ ശക്തിപ്പെടുത്തും. ആഗോള താപനം മൂലം അറബിക്കടൽ മുൻപത്തേക്കാൾ വേഗത്തിൽ ചൂടാകുന്ന സ്ഥിതിയുണ്ട്. സമുദ്രോപരിതലം ചൂടാകുമ്പോൾ വലിയ തോതിൽ നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും ഇത് കേരള തീരത്തേക്ക് വീശുന്ന കാറ്റിനൊപ്പം ചേർന്ന് അതിശക്തമായ മഴമേഘങ്ങളായി മാറുകയും ചെയ്യും. താപനില ഉയരുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിന് ജലബാഷ്പം വഹിക്കാനുള്ള ശേഷി കൂടുന്നു. ഇതിന്റെ ഫലമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു പ്രത്യേക പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്ന ലഘുമേഘ വിസ്ഫോടനങ്ങളും കേരളത്തിൽ പതിവാവുകയാണ്. ഇത്തരം കാരണങ്ങളാലാണ് സംസ്ഥാനത്ത് പൊതുവിൽ മഴ ശക്തമാകുന്നത്. എന്തായാലും കരയിലും കടലിലും ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വരും ദിവസങ്ങളിലും മഴ വീണ്ടും ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴ പെയ്യാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ അധികൃതർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന മുന്നറിയിപ്പും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.